അടുത്തൊരു നല്ല ക്വസ്റ്റൻ ആണ്. പ്രൂവ് ദാറ്റ് ഇന്റർഫറൻസ് ഇസ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഞാൻ പറയാം. നമുക്ക് രണ്ട് വേവ്സ് ഉണ്ട്. ഓക്കെ, രണ്ട് വേവ്സിൽ ആദ്യത്തെ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് A1 രണ്ടാമത്തെ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് A2 ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടുത്തെ മാക്സ് ഇൻറ്റൻസിറ്റി കാണാൻ എന്താ ചെയ്യുക? ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എന്നാണ്. അപ്പോഴേ മാക്സിമം ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? A1 + A2ൻ്റെ സ്ക്വയർ എടുക്കണം അല്ലേ. അപ്പോൾ നമുക്കിവിടെ പ്രൊപ്പോർഷൻ ഇടാം. അപ്പോൾ എന്താണ് I max എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു A1 + A2 ഹോൾ സ്ക്വയർ ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ മിനിമം ഇൻറ്റൻസിറ്റി എങ്ങനെ കാണും? മിനിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു A1 - A2 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. ഇത്രയും മനസ്സിലാവാത്തവരുണ്ടോ? അപ്പോൾ രണ്ട് വേവ് ഉണ്ട്. ആദ്യത്തെ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് A1, രണ്ടാമത്തെ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് A2. അപ്പോൾ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷനാണ്. അപ്പോൾ മാക്സിമം ഇൻറ്റൻസിറ്റി കാണാൻ A1 + A2 എടുക്കുക, അതിൻ്റെ സ്ക്വയർ. ഇനി മിനിമം ഇൻറ്റൻസിറ്റി കാണാൻ A1 - A2 സ്ക്വയർ എടുക്കുക. ഓക്കെ, അപ്പോൾ I max പ്രൊപ്പോർഷണൽ ടു A1 + A2 ഹോൾ സ്ക്വയർ, I min പ്രൊപ്പോർഷണൽ ടു A1 - A2 ഹോൾ സ്ക്വയർ എന്നാണ്. ഇത്രയും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ I ആവറേജ് എന്തായിരിക്കും? ആവറേജ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന് രണ്ടിൻ്റെയും കൂടെ ആവറേജ് എടുക്കുക. അപ്പോൾ A1 + A2 ഹോൾ സ്ക്വയർ പ്ലസ് A1 - A2 ദ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്നാണ്. അപ്പോൾ സീക്വൽ ടു എത്ര വരും? അപ്പോൾ I ആവറേജ് പ്രൊപ്പോർഷണൽ ടു ഇതൊന്ന് എക്സ്പാൻഡ് A + B ദ ഹോൾ സ്ക്വയർ A1 A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് B സ്ക്വയർ എന്നാണ്. ഓക്കെ, ദെൻ ഇത് A - B ദ ഹോൾ സ്ക്വയർ A സ്ക്വയർ - 2AB പ്ലസ് B സ്ക്വയർ. സോ A1 സ്ക്വയർ - 2A1 A2 പ്ലസ് B സ്ക്വയർ. ഓക്കെ, ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്നാണ്. ഓക്കെ, അപ്പോൾ I ആവറേജ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? I ആവറേജ് പ്രൊപ്പോർഷണൽ ടു പറയൂ. ഇതിനകത്ത് നമുക്ക് ഈ രണ്ട് ടേമും പോയി, ബാക്കി 2A1 സ്ക്വയർ പ്ലസ് 2A2 സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്നാണ്. അപ്പോൾ രണ്ടിലും കോമൺ 2 ഉണ്ട്, ആഡിയിലെ 2 ആയിട്ട് ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ I ആവറേജ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ എന്നാണ്. ഇതാണ് ആവറേജ് ഇൻറ്റൻസിറ്റിയുടെ ആൻസർ. ഒരു കുഴപ്പമില്ലല്ലോ. ഇനി ഇൻ്റർഫറൻസ് നടന്നില്ല എന്ന് വെച്ചോ. ഇൻ്റർഫറൻസ് നടന്നില്ല എങ്കിൽ ടോട്ടൽ ഇൻറ്റൻസിറ്റി കാണാൻ സം ഓഫ് ഇൻറ്റൻസിറ്റീസ് എന്ന് ഞാൻ പഠിപ്പിച്ചതാണ്, നേരത്തെ പറഞ്ഞാണ്. സം ഓഫ് ഇൻറ്റൻസിറ്റീസ് എന്ന് ഞാൻ പറഞ്ഞാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇൻറ്റൻസിറ്റി പറഞ്ഞോ. ഇഫ് നോ ഇൻ്റർഫറൻസ് നടന്നില്ല എങ്കിൽ നോക്കൂ, I എന്ന് പറയുന്നത് ടോട്ടൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു I1 + I2 ആണ്. I1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് എഴുതാം? A1 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. പ്ലസ് I2 എന്ന് പറഞ്ഞാൽ എന്തെന്ന് എഴുതാം? A2 സ്ക്വയർ എന്ന് എഴുതാം. ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നോ? അപ്പോൾ ഇൻറ്റൻസിറ്റിയുടെ ആൻസർ ഇതെന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയറിന് ഈക്വലാണ്. അതായത് I ആവറേജിന് ഈക്വലാണ്. അതായത് I എന്ന് പറയുന്നത് ഇൻ്റർഫറൻസ് നടന്നില്ലെങ്കിലുള്ള ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നേരത്തെയുള്ള കേസിൽ ആവറേജ് ഇൻറ്റൻസിറ്റിക്ക് ഈക്വലാണ്. ഓക്കെ, അപ്പോൾ I എന്ന് പറയുന്നത് I ആവറേജിന് ഈക്വലാണ്. അതായത് നമ്മൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കൂലേ, നടക്കുന്ന സ്ഥലങ്ങളെല്ലാം എങ്ങനെ കാണും? ബ്രൈറ്റ് ആയിട്ട് കാണും. അപ്പോൾ അവിടെ ലൈറ്റ് എനർജി ക്രിയേറ്റ് ആയി എന്ന് പറയാം. ഇനി ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടന്നില്ലേ, അവിടെ ലൈറ്റ് എനർജി ഡിസ്ട്രോയ് ആയി എന്ന് പറയാം. അപ്പോൾ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടന്ന സ്ഥലങ്ങളിൽ എന്താണ് ലോസ് ആയ എനർജി കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടന്ന സ്ഥലങ്ങളിൽ ജനിച്ചു വരുന്നു. അപ്പോൾ അവിടെ ലോസ് ഉണ്ടാകുന്നില്ല. സോ ടോട്ടൽ എനർജി വിൽ ബി എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇറ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ എന്താണ് ഇൻ്റർഫറൻസ് ഇല്ലെങ്കിലുള്ള ഇൻറ്റൻസിറ്റിയും ഇൻ്റർഫറൻസ് നടന്നാലുള്ള ഇൻറ്റൻസിറ്റിയും ഈക്വൽ എന്നാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താണ്? അപ്പോൾ ആവറേജ് ഇൻറ്റൻസിറ്റിയുടെ ആൻസറും അല്ലാത്ത ഇൻറ്റൻസിറ്റിയുടെ രണ്ട് വേവ്സ് മിക്സ് ആകുമ്പോഴുള്ള ജനറലി ഉള്ള ഇൻറ്റൻസിറ്റിയും ഈക്വൽ. അതായത് നോക്കൂ, എനർജി അവിടെ ലോസ് ഇല്ല. ഇൻറ്റൻസിറ്റി കൂടിയ സ്ഥലങ്ങളിൽ എനർജി ജനിക്കുന്നു, ഇൻറ്റൻസിറ്റി മിനിമം ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എനർജി മരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഉള്ള സ്ഥലങ്ങളിൽ മരിക്കുന്ന എനർജി എവിടെ ജനിക്കുന്നു? കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഉള്ള സ്ഥലങ്ങളിൽ ജനിക്കുന്നു. അപ്പോൾ ഇത്രയും പ്രൂവ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ഈ സെൻറ്റൻസ് കൂടെ എഴുതിയാൽ യു വിൽ ഗെറ്റ് ദ മാർക്സ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് ഇൻ്റർഫറൻസ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇത് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ യു കൺസിഡർ two waves. The amplitude of the first wave is A1, amplitude of the second wave is A2. Okay, amplitude of the first wave is A1, second wave is A2. Okay, intensity is proportional to, say, intensity is proportional to amplitude square, we know. Then see, what is the maximum intensity created in this situation?
maximum intensity created in this situation is proportional to what? A1 plus A2 the whole square. Okay, then see what will be the minimum intensity created in this situation? It will be proportional to A1 minus A2 the whole square. Am I right? Then what is the next thing? See what will be the average intensity. How can you calculate the average intensity? Average intensity proportional to, say, this രണ്ടെണ്ണത്തിൻ്റെ average എങ്ങനെ കാണും? Sum divided by 2. See A1 plus A2 the whole square plus A1 minus A2 the whole square the whole divided by 2. So I average. So I average proportional to, expand A plus B the whole square, A minus B the whole square. A1 square plus 2A1 A2 plus A2 square plus അടുത്ത A1 square minus 2A1 A2 plus A2 square the whole divided by 2 എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് I average proportional to പറയൂ, ആൻസർ പറഞ്ഞാൽ മതി. ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. 2A1 square plus 2A2 square, 2A1 square plus 2A2 square the whole divided by 2. 2 cancelled. I am getting I average proportional to what? A1 square plus A2 square. Okay, so this is a situation when there is interference. Okay, then അടുത്തെന്താണ്? If there is no interference, the total intensity is equal to sum of intensities we have studied. Okay, then see total intensity if no interference, see total intensity is equal to total intensity is proportional to sum of intensities. Instead of I1 you can write A1 square plus instead of I2 you can write A2 square. Okay, so A2 square. So you are getting the second equation. You see RHS same, so LHS will be same. So I average is equal to I. It is a result you got. See, you consider the two equations. This is one equation and that is the next equation. So RHS side is same, so left side will be equal. So I average and I will be equal. See, that is there is no energy loss. At the point of constructive interference, energy is generated. At the point of destructive interference, energy is destroyed. Energy destroyed at the points of destructive interference get generated at the points of constructive interference. There is no energy loss. So this situation is in accordance with law of conservation of energy. ചോദിക്കും. ഓക്കെ, അടുത്തേക്ക് പോകല്ലോ. അടുത്തൊരു ജസ്റ്റ് ഒരു കൊച്ചു ഇക്വേഷനും കൂടെ പറയാം. അപ്പോൾ ആ സിറ്റുവേഷൻ അങ്ങ് കഴിയും, ആ കേസും കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റീസ് അറ്റ് മാക്സിമ ആൻഡ് മിനിമ ഇൻ ഇൻ്റർഫറൻസ് പാറ്റേൺ. ഇൻ്റർഫറൻസ് പാറ്റേൺ നമുക്കറിയാം, അവിടുത്തെ മാക്സിമയിലെയും മിനിമയിലെയും ഇൻറ്റൻസിറ്റികൾ തമ്മിലുള്ള റേഷ്യോ. ഓക്കെ, നമുക്ക് രണ്ട് വേവ് ഉണ്ടല്ലോ. ആദ്യത്തെ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് A1, രണ്ടാമത്തെ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് A2. ആദ്യത്തെ വേവ് മാത്രമേ ഉള്ളൂവെങ്കിൽ ഉണ്ടാകുന്ന ലൈറ്റ് ഇൻറ്റൻസിറ്റി I1, രണ്ടാമത്തെ വേവ് മാത്രമേ ഉള്ളൂവെങ്കിൽ ഉണ്ടാകുന്ന ലൈറ്റ് ഇൻറ്റൻസിറ്റി I2. അപ്പോൾ I1 പ്രൊപ്പോർഷണൽ ടു എന്താണ്? A1 സ്ക്വയർ എന്നറിയാം. I2 പ്രൊപ്പോർഷണൽ ടു A2 സ്ക്വയർ എന്നൊക്കെ അറിയാം. ഇനി നമ്മൾക്ക് അറിയാമെന്നുള്ള അടുത്തൊരു കേസ് I മാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റൻസിറ്റി മാക്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു A1 പ്ലസ് A2 ദ ഹോൾ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, I മിൻ എന്താണെന്ന് അറിയാം. മിനിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു A1 മൈനസ് A2 ദ ഹോൾ സ്ക്വയർ ആണെന്നും അറിയാം. അങ്ങനെയാണെങ്കിൽ I മാക്സ് ടു I മിൻ ആണ് ചോദ്യം. അപ്പോൾ I മാക്സ് ഡിവൈഡഡ് ബൈ I min എന്തായിരിക്കും? I max ഡിവൈഡഡ് ബൈ I min കാണാൻ ഇതേ ഡിവൈഡഡ് ബൈ ഇതെന്നാണ്. അപ്പോൾ A1 പ്ലസ് A2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ A1 മൈനസ് A2 ദ ഹോൾ സ്ക്വയർ എന്നാണ്. പേടിക്കരുത്, ഇതിനകത്ത് I മാക്സ് ഡിവൈഡഡ് ബൈ I min ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയണം, എല്ലാത്തിനും A2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്തായി? A1 ബൈ A2 പ്ലസ് A2 ബൈ A2 എന്ന് പറഞ്ഞാൽ 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ A1 ബൈ A2 മൈനസ് A2 ബൈ A2 എന്താണ്? 1 ഹോൾ സ്ക്വയർ എന്നായി. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ A1 ബൈ A2ന് പകരം ഞാൻ X എന്ന് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ആൻസർ എന്താവും പറ? I മാക്സ് ഡിവൈഡഡ് ബൈ I min എന്ന് പറഞ്ഞാൽ എന്ത് വരും? സീക്വൽ ടു ഇതിന് പകരം X പ്ലസ് 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇതിന് പകരം X മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ ആൻസറായി. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിൻ്റെ ടേംസിലായി ഫൈനൽ ആൻസർ. ഇനി നിങ്ങളിവിടെ നോക്കൂ, എക്സ് എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ എന്തെന്ന് എഴുതാം മക്കളെ? A1 എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് എന്താണ് A1 എന്ന് പറഞ്ഞാൽ?
A1 എന്ന് പറഞ്ഞാൽ എന്താണ്? A1 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് I1 ആണ്. A1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ I1. അപ്പോൾ A1 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് I1. അപ്പോൾ ഇതിന് പകരം റൂട്ട് ഓഫ് I1 എന്ന് എഴുതാം. ഇനി ഇതിന് പകരം റൂട്ട് ഓഫ് I2 എന്ന് എഴുതാം. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് I1 ബൈ I2 ഒറ്റ അടിക്ക് എഴുതാം. അപ്പം നിങ്ങൾ ഓർത്ത് വെച്ചോണം. അപ്പോൾ ഐ മാക്സ് ഡിവൈഡഡ് ബൈ ഐ മിൻ്റെ ആൻസർ എന്താണ്? എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്നാണ് കിട്ടിയിരിക്കുന്ന ആൻസർ. ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ എന്തെന്ന് വെച്ചാൽ A1 ബൈ A2 ആവാം, അല്ലെങ്കിൽ റൂട്ട് ഓഫ് I1 ബൈ I2 ആവാം. അപ്പോൾ ഏത് രീതിയിൽ വേണം? ആംപ്ലിറ്റ്യൂഡിൻ്റെ ടേംസിലും എഴുതാം, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റിയുടെ ടേംസിലും എഴുതാം. അപ്പോൾ ഓർത്ത് വെച്ചോണം, ഇൻ്റർഫറൻസ് നടക്കുമ്പോൾ ഉള്ള ഐ മാക്സ് ഡിവൈഡഡ് ബൈ ഐ മിൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എക്സ് പ്ലസ് 1 ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഇതിനകത്ത് എക്സ് എന്താണെന്ന് ചോദിച്ചാൽ A1 ബൈ A2 ആണ്, അല്ലെങ്കിൽ റൂട്ട് ഓഫ് I1 ബൈ I2 എന്നാണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് ഒന്നുകൂടെ പറയാം. സി ഇൻ്റർഫറൻസ് ടേക്സ് പ്ലേസ്, വി ഹാവ് ടു ഗെറ്റ് ദ റേഷ്യോ ഓഫ് I max to I min. Okay, so ഞാൻ പറയാൻ പോകുന്നു. See, you consider two waves. The amplitude of the first wave is A1, amplitude of the second wave is A2. The intensity produced by the first wave is I1, due to the second is I2. Then intensity proportional to amplitude square. Okay, so intensity I1 proportional to A1 square. Then see I2 proportional to A2 square. Okay, then we know I max. What is I max? I max is A1 plus A2 the whole square. Am I right? So I min, what is I min? I min is proportional to A1 minus A2 the whole square. Okay, then what is I max divided by I min? I max divided by I min. I want the answer. See, it is equal to what? This divided by this. So A1 plus A2 whole square divided by A1 minus A2 the whole square. No problem. Then I am dividing see each term by A2. See what will I get? So I max divided by I min is equal to what? So is equal to, say I am dividing by A2. So A1 by A2. So A1 by A2. Then plus A2 by A2 1 divided by A1 by A2. A1 by A2. Then minus A2 by A2 1. See square, then here also square. No problem. Then what is the next step? Instead of A1 by A2 I substitute x. So x is taken as A1 by A2. Okay, so here you can put the value. So I min is I max divided by I min is equal to, instead of A1 by A2 you can write x plus 1 whole square divided by x minus 1 whole square. No problem. ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, ഐ മാക്സ് ഡിവൈഡഡ് ബൈ ഐ മിൻ. സോ വാട്ട് ഈസ് എക്സ് ഹിയർ? എക്സ് ഈസ് ഈക്വൽ ടു A1 ബൈ A2. ദെൻ എന്താണ് A1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ? A1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ I1 ആണ്. ഓക്കെ, അപ്പോൾ A1 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് I1 ആണ്. അപ്പോൾ A1ന് പകരം റൂട്ട് ഓഫ് I1. ഓക്കെ, A2ന് പകരം റൂട്ട് ഓഫ് I2. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ ആൻസർ ഇതാണ്. അപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് നമ്മുടെ ഇൻ്റർഫറൻസ് നടക്കുന്ന സമയത്ത് ഐ മാക്സും ഐ മീനും തമ്മിലുള്ള റേഷ്യോ എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെന്ന് പറയണം? എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറയണം. ഇതിനകത്ത് എക്സ് എന്താണ് എന്നറിയണമെങ്കിൽ എക്സിൻ്റെ ആൻസർ എന്താണ്? A1 ബൈ A2 ആണ്. ഇനി അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ റൂട്ട് ഓഫ് I1 ബൈ I2 എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? റൂട്ട് ഓഫ് I1 പ്ലസ് I2 എന്നാണ്. Did you get the idea? See, interference takes place. What is the ratio of I max to I min? I max to I min is equal to x plus 1 by x minus 1 whole square. What is the answer of x there? It is A1 by A2 or root of I1 by I2. Is it clear?